എല്ലാവർക്കും നമസ്കാരം. ഗ്രോ അക്കാഡമിയുടെയും സിയോൺ ക്രിയേഷൻ ഹബിൻ്റെയും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 1, 2 വിഭാഗത്തിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന അധ്യാപക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ സഹായകരമാകുന്ന രീതിയിലുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ആണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുവാനും മടി കാണിക്കരുത്. ഒപ്പം തന്നെ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള കേട്ടറ്റ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് വൈജ്ഞാനിക വികാസം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ വൈജ്ഞാനിക വികസനം. വൈജ്ഞാനിക വികസനം എന്ന് പറഞ്ഞാൽ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് കൂടുതൽ സങ്കീർണമായ മാനസിക പ്രക്രിയകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തനാവുന്നത്. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ അവൻ മരണത്തിലെത്തുന്നത് വരെ അവന്റെ പഠനം തുടരുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഓരോ പ്രക്രിയകളിലൂടെയും മാനസികമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നത് വഴിയാണ് നമ്മളുടെ ചിന്തകളും യുക്തിചിന്തകളും ഭാഷയും ഒക്കെ വികസിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വൈജ്ഞാനിക വികസനം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കവും വൈജ്ഞാനിക വികസനവുമായി വളരെയേറെ ബന്ധമുണ്ട്. വൈജ്ഞാനിക വികസനത്തിന്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിന്റെ വികസനമാണെന്നാണ് പറയുന്നത്. മസ്തിഷ്കം പ്രധാനമായിട്ടും ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിതമാണ്. അതുപോലെ തന്നെ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. സെറിബ്രൽ കോർട്ടെക്സ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് വൈജ്ഞാനിക വികാസം പിയാഷെയുടെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനിക വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ഇതേ തുടർന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിയാഷെയുടെ കാഴ്ചപ്പാടിൽ വൈജ്ഞാനിക വികസനം എന്ന് പറയുന്നത് 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് സഹായകരമാകുന്നത്. 1, ശാരീരികപരമായിട്ടുള്ള പക്വത ആർജിക്കൽ അഥവാ ബയോളജിക്കൽ മച്ചുറേഷൻ. 2, പ്രവർത്തനങ്ങൾ അഥവാ ആക്ടിവിറ്റി. 3, സാമൂഹിക അനുഭവങ്ങൾ അഥവാ സോഷ്യൽ എക്സ്പീരിയൻസ്. 4-മത്തേത് സന്തുലീകരണം അഥവാ ഇക്വിലിബ്രേഷൻ. മനുഷ്യന് അവന്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് പിയാഷെ വിശ്വസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വളരും തോറും വ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകളും വർദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തിയുടെയും വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പിയാഷെ വിശ്വസിക്കുന്നു. ഇപ്രകാരം സമൂഹവുമായിട്ട് ശരിയായ വിധത്തിൽ ഇടപെടുന്നത് വഴി സാമൂഹിക അനുഭവങ്ങളിലൂടെ സമൂഹത്തിന്റെ അറിവുകൾ വ്യക്തികൾ സ്വന്തമായിട്ട് ആർജിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് പിയാഷെയുടെ അഭിപ്രായത്തിൽ വികസനം, വൈജ്ഞാനിക വികസനം ഒരു വ്യക്തിയിൽ
സംഭവിക്കുന്നത്. ഇതില് ഏറ്റവും അവസാനം പറഞ്ഞ നാലാമത്തെ ഒരു ഘടകമുണ്ട്, സന്തുലീകരണം അഥവാ ഇക്വിലിബ്രേഷൻ. വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന രണ്ട് അടിസ്ഥാന പ്രക്രിയകളാണ് സംയോജനമെന്നും അനുരൂപീകരണമെന്നും പിയാഷെ വിളിക്കുന്നത്. സംയോജനം എന്നാൽ ഓർഗനൈസേഷൻ എന്നും അനുരൂപീകരണം എന്നാൽ അഡാപ്റ്റേഷൻ എന്നുമാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി സൂക്ഷിക്കാനുള്ള കഴിവ് വ്യക്തികൾക്കുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള ഈ വൈജ്ഞാനിക ഘടനയോട് ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ നിരന്തരമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ വിളിക്കുന്ന പേരാണ് സ്കീമ. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോയിന്റാണ് സ്കീമ എന്നാൽ എന്ത്. അതുപോലെ നിലവിലുള്ള സ്കീമകൾ തികയാതെ വരുമ്പോൾ അല്ലെങ്കിൽ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. സ്വാംശീകരണവും സംസ്ഥാപനവും, അതായത് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ, ഈ രണ്ട് പ്രക്രിയകൾ വഴിയാണ് അനുരൂപീകരണം നടക്കുന്നത്. പിയാഷെയുടെ ബൗദ്ധിക വികസന ഘട്ടങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാം. 4 വികസന ഘട്ടങ്ങളാണ്, 4 ബൗദ്ധിക വികസന ഘട്ടങ്ങളാണ് പിയാഷെയുടെ അഭിപ്രായത്തിൽ ഉള്ളത്. 1 ഇന്ദ്രിയ ചാലഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. 2 പ്രാക് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 3 മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 4 ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി ചോദിക്കാനായിട്ട് മടി കാണിക്കരുത്, ചോദിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ കേട്ടറ്റിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കേട്ടറ്റിന്റെ ബാച്ച്, കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 വിഭാഗങ്ങൾക്കുള്ള ലൈവ് ക്ലാസ് ജൂൺ പകുതിക്ക് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ ആ ബാച്ചിൽ കൂടാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുവാനും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് വഴിയോ അല്ലാതെയോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് വരുന്നതുമാണ്. താങ്ക് യു.